മാലിന്യം തള്ളുന്നതും കത്തിക്കുന്നതും ജനജീവിതത്തെ ബാധിക്കുന്നു. നെടുമ്പന ഗ്രാമപഞ്ചായത്തിലെ മുട്ടയ്ക്കാവ് മുടിച്ചിറ പോളയിലാണ് പാരിസ്ഥിതികാഘാതമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മാലിന്യം വൻതോതിൽ തള്ളുകയും അവ കത്തിക്കുകയും ചെയ്യുന്നത് പ്രദേശവാസികളെ രോഗഭീതിയിലാഴ്ത്തുന്നു. മാലിന്യം വൻതോതിൽ നിക്ഷേപിക്കുന്നതും നിക്ഷേപിച്ച മാലിന്യങ്ങൾ കത്തിക്കുന്നതും വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കിടയാക്കുകയും പ്രദേശവാസികളെ മാറാരോഗികളാക്കുകയും ചെയ്യുന്നതായാണ് പരാതി. കണ്ണനല്ലൂർ മുട്ടയ്ക്കാവ് മുടിച്ചിറയ്ക്ക് പോകുന്ന ഭാഗമായ പോളയിൽ ദിനംപ്രതി രാപകൽ ഭേദമില്ലാതെ നൂറുകണക്കിന് ലോഡ് ഖര ജൈവ മാലിന്യങ്ങളാണ് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. മാലിന്യ കൂമ്പാരത്തിൽ ഒരു കൂനയ്ക്ക് കഴിഞ്ഞ രാത്രിയിൽ തീപിടിച്ചത് അക്ഷരാർത്ഥത്തിൽ നാട്ടുകാരുടെ ഉറക്കം കെടുത്തി. കുറച്ചു സമയം പിന്നിട്ടതോടെ പ്രദേശമാകെ പുകപടലം കൊണ്ട് നിറഞ്ഞു. നാട്ടുകാർ വിവരമന്വേഷിച്ചപ്പോഴാണ് മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചതാണെന്ന് മനസ്സിലായത്. നൂറുകണക്കിന് ആളുകൾ സ്ഥലത്ത് തടിച്ചുകൂടിയെങ്കിലും പുകപടലം കാരണം ആർക്കും തീയുടെ അടുത്തേക്കെത്താനോ തീ അണയ്ക്കാനോ കഴിഞ്ഞില്ല. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീ കെടുത്തി. നെടുമ്പന ഗ്രാമപഞ്ചായത്തിലെ 14 15 വാർഡുകളുടെ അതിർത്തി പ്രദേശമായ മുട്ടയ്ക്കാവിലെ നൂറുകണക്കിന് നെൽപ്പാടങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് മണലൂറ്റിയും ചെളിവാരിയും കായലിന് സമാനമായ വെള്ളക്കെട്ടാവുകയും പാടശേഖരങ്ങൾ കൃഷിയോഗ്യമല്ലാതാവുകയും ചെയ്തു. തരിശായി കിടക്കുന്ന വെള്ളക്കെട്ടിന്റെ ചില ഭാഗങ്ങളിൽ കെട്ടിടം പൊളിക്കുന്ന അവശിഷ്ടങ്ങളും മണ്ണുമിട്ട് നികത്തി വരികയാണ്. അങ്ങനെ നികത്തിയ പോളയിൽ ഭാഗത്താണ് ഇപ്പോൾ ദിനംപ്രതി നൂറുകണക്കിന് ലോഡ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. ആശുപത്രികൾ, അപ്പോഴ്സറി കടകൾ, ഓഡിറ്റോറിയങ്ങൾ, അറവുശാലകൾ, മറ്റ് കടകൾ തുടങ്ങി എല്ലാ സ്ഥാപനങ്ങളിലെയും നശിക്കാത്തതും നശിക്കുന്നതുമായ മാലിന്യം നീക്കം ചെയ്യുന്നതിന് കരാറെടുത്തവരാണ് ഇവിടെ മാലിന്യം കൊണ്ടിറക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പനയത്ര ഭാഗത്താണ് ദിവസവും അറവമാടുകളുടെ മാലിന്യങ്ങൾ ദിനംപ്രതി കൊണ്ടിറക്കുന്നത്. ഇവിടെ നിന്നുയരുന്ന ദുർഗന്ധം അസഹനീയമാണ്. ഇവിടെയാണ് കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് ബംഗ്ലാദേശ് സ്വദേശിയായ തൊഴിലാളിയെ കഴുത്തറുത്തു കൊന്ന് ചെളിക്കുണ്ടിൽ ചവിട്ടിത്താഴ്ത്തിയത്. ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് മാലിന്യ നിക്ഷേപത്തിന് അറുതി വരുത്തി പരിസരവാസികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാവുകയാണ്. പിറ്റേന്ന് രാവിലെ പോലീസ് വന്ന് അത് നീക്കം ചെയ്യിച്ച് ഇനി ഇത് ഇവിടെ ഒന്നും ഉണ്ടാവത്തില്ല, ഞാൻ സൂക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അവർ പോയി. പിന്നെ അതിനുശേഷം അവർ അനങ്ങിയിട്ടില്ല, വന്നിട്ടുമില്ല. പിന്നെ ഇങ്ങനെ രാത്രി 1 മണിക്ക് 2 മണിക്ക് 3 മണിക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് കൊണ്ടു തട്ടുന്ന മൊത്തം. പല പ്രാവശ്യം അവൻ്റെ അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞു, നീ തട്ടരുത്, വലിയ പ്രശ്നങ്ങളുണ്ടാവും. എനിക്കിവിടെ എൻ്റെ കമ്പനിയിലെ ജോലിക്കാരെല്ലാം ഈ കമ്പനിയിലെ ജോലിക്കാർ മൊത്തം പോയി, ഒറ്റ ജോലിക്കാറില്ല. ഈ തട്ട് മുഖാന്തരം ആളുകൾ കൂടി പറഞ്ഞു വരുത്തി ഇവിടെ ജോലി ചെയ്യരുത്, ജോലി ചെയ്താൽ ഇവിടെ നാശം ഉണ്ടായി പോകും എന്നും പറഞ്ഞ് അവരെല്ലാം പറഞ്ഞു വിട്ടു. അങ്ങനെയൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ടായി. ഇവൻ്റെ അടുത്ത് 6-7 പ്രാവശ്യം പറഞ്ഞു. ഈ അടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു, നീ ഇത് വാരി മാറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗം ഉണ്ടാക്കും. അന്നേരം അവൻ പറഞ്ഞത്, നിങ്ങൾ അനുവാദം തന്നാൽ മതി, ഞാൻ മൊത്തം അങ്ങ് നികത്തി തരാം. ഞാൻ നീ നികത്തണ്ട, ഞങ്ങൾ നികത്തിക്കൊള്ളാം, ഞങ്ങൾ നികത്തി. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം.